بسم الله الرحمن الرحيم. ولو شئنا لبعثنا في كل قرية نذيرا فلا تطع الكافرين وجاهدهم به جهادا كبيرا وهو الذي مرج البحرين هذا عذب فرات وهذا ملح أجاج وجعل بينهما برزخا وحجرا محجورا وهو الذي خلق من الماء بشرا فجعله نسبا وصهرا وكان ربك قديرا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1216 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 25-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫുർഖാനിലെ 51 മുതൽ 54 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولو شئنا لبعثنا في كل أمة نذيرا فلا تطع الكافرين وجاهدهم به جهادا كبيرا وهو الذي مرج البحرين هذا عذب فرات وهذا ملح أجاج وجعل بينهما برزخا وحجرا محجورا وهو الذي خلق من الماء بشرا فجعله نسبا وصهرا وكان ربك قديرا. സദഖല്ലാഹുൽ അലിയുൽ അസീം. സൂറത്തുൽ ഫുർഖാനിലെ 51 മുതൽ 54 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. പ്രാപഞ്ചിക പ്രതിഭാസങ്ങളായ ദൈവിക ദൃഷ്ടാന്തങ്ങളെ ഒന്നിനു പുറകെ ഒന്നായി വിശദീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ വായിച്ചു വരുന്ന ഭാഗത്ത് സൂറത്തുൽ ഫുർഖാനിൽ കാറ്റിനെ അയച്ചതും മഴയ്ക്ക് മുന്നേ സന്തോഷവൃത്താന്തവുമായിട്ട് നിങ്ങളുടെ അടുക്കലേക്ക് എത്തുന്ന വിധത്തിൽ കാറ്റിനെ അല്ലെങ്കിൽ കാറ്റുകളെ അയക്കുകയുണ്ടായത് അല്ലാഹുവാണ് എന്നത് ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായി. ആകാശത്ത് നിന്ന് ശുദ്ധജലം നൽകുന്ന വിധത്തിലുള്ള മഴ വർഷിപ്പിച്ചതും അവനാണ്. മൃതപ്രായമായി കിടന്ന അല്ലെങ്കിൽ ചത്തുകിടക്കുന്ന വരണ്ടുണങ്ങിയ ഭൂമിയെ, പ്രദേശങ്ങളെ ജീവസുറ്റതാക്കി മാറ്റുന്നതിനു വേണ്ടിയും നിങ്ങളും നിങ്ങളുടെ കന്നുകാലികളും ദാഹജലം കുടിക്കുന്നതിനു വേണ്ടിയുമായി നാം മഴ വർഷിപ്പിച്ചു എന്നതാണ് അല്ലാഹുവിടെ പറയുന്ന ഒരു കാര്യം. വനുസ്ഖിയഹു മിമ്മാ ഖലഖ്നാ അൻആമൻ വഅനാസിയ. അൻആമായിട്ടും അനാസിയായിട്ടും നാം സൃഷ്ടിച്ചവയെ കുടിപ്പിക്കുന്നതിന് വേണ്ടി, അനാസിയ കസീറ, ധാരാളം കന്നുകാലികളായും മനുഷ്യരായും നാം സൃഷ്ടിച്ച ധാരാളം പേരെ കുടിപ്പിക്കുന്നതിന് വേണ്ടി എന്നുകൂടി ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. എന്തുകൊണ്ടും പ്രസക്തമായ ഒരു പ്രാപഞ്ചിക ദൃഷ്ടാന്തമാണ് അല്ലാഹു അവന്റെ അസ്തിത്വത്തിന്റെയും പാരിത്രിക ജീവിതത്തിന്റെയും
ദൃഷ്ടാന്തമായിട്ട് തെളിവായിട്ട് ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുള്ളത്. അതിനെ തുടർന്ന് മറ്റൊരു വിഷയത്തിലേക്ക് അള്ളാഹു ശ്രദ്ധ കൊണ്ടുപോവുകയാണ്. വലൗ ശിഅ്നാ ലബഅസ്നാ ഫീ കുല്ലി ഖറിയത്തിൻ നദീറ. ഇന്ന് നമ്മൾ വായിച്ച ആയത്തുകൾ തുടങ്ങുന്നത് ഈ ആയത്ത് മുതലാണ്. വലൗ ശിഅ്നാ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ലബഅസ്നാ ഫീ കുല്ലി ഖറിയത്തിൻ, ഓരോ നാട്ടിലേക്കും നാം നിയോഗിച്ചയക്കുമായിരുന്നു, നദീറ, ഓരോ താക്കീതുകാരന്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവൻ മനുഷ്യ സമൂഹത്തിലേക്കുമായിട്ട്, മനുഷ്യരാശിയിലേക്ക് മുഴുവനായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന പ്രവാചകനാണ്. എല്ലാ ഭൂപ്രദേശങ്ങളിലുമായി അധിവസിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും താക്കീതുകാരനായിട്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ആളുകൾക്ക് അതും അവിശ്വസനീയതയുള്ള ഒരു കാര്യമായിട്ട് അനുഭവപ്പെടുകയാണ്. ഓരോ നാട്ടിലേക്കും വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന, വ്യത്യസ്ത സംസ്കാരങ്ങളുടെ പ്രതിനിധികളായ ആളുകളെ ദൂതന്മാരായിട്ട് അയക്കാൻ എന്തുകൊണ്ട് അള്ളാഹു സന്നദ്ധനായില്ല എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉയർന്നു വരും. ജനതതികള് പല വഴിക്ക്, പല സാംസ്കാരിക പശ്ചാത്തലത്തില്, പല വേഷഭൂഷാദികളില്, പല സാംസ്കാരിക ശീലങ്ങളില് ഒക്കെ കഴിയുന്നവരാണല്ലോ. ഇവര് എല്ലാവരിലേക്കുമായിട്ട് ഒരൊറ്റ ദൂതനെ, ഒറ്റ പ്രവാചകനെ അയച്ചത് എന്തിനാണ്? ഓരോ സമൂഹങ്ങളിലേക്കും വ്യത്യസ്തരായ ദൂതന്മാരെ അയക്കാമായിരുന്നില്ലേ എന്ന ഒരു ചോദ്യം അത് അവരുടെ മനസ്സുകളിൽ ഉണ്ടാകും. ആ ചോദ്യം ഉന്നയിക്കപ്പെട്ടതായിട്ട് ഇവിടെ പറയുന്നില്ല, പക്ഷെ അതിനുള്ള മറുപടിയാണ് ഇവിടെ നൽകപ്പെടുന്നത്. നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഓരോ നാട്ടിലേക്കും ഓരോ സമൂഹത്തിലേക്കും വെവ്വേറെ ദൂതന്മാരെ അയച്ചിട്ടുണ്ടാകുമായിരുന്നു. നമുക്കതിന് യാതൊരു പ്രയാസമുള്ള കാര്യമല്ല. അത് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രയാസരഹിതമായ കാര്യമാണ്. അങ്ങനെ നാം ഉദ്ദേശിക്കുകയേ വേണ്ടതുള്ളൂ. പക്ഷെ ഇപ്പോ അള്ളാഹു അങ്ങനെയല്ല ഉദ്ദേശിച്ചിട്ടുള്ളതും തീരുമാനിച്ചിട്ടുള്ളതും നടപ്പിലാക്കിയിട്ടുള്ളതും. അള്ളാഹുവിന്റെ തീരുമാനവും മശീഅത്തും അള്ളാഹുവിന്റെ ഖലാഉം ഒക്കെ അവന്റെ മാത്രം നിർണയത്തിൽ പെട്ടതാണ്. അവനതിന് ചില ന്യായങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവുകയും ചെയ്യും. മനുഷ്യ സമൂഹം ഒരൊറ്റ ഉമ്മത്തായിരുന്നു. അത് പല ഭാഷകളും സംസ്കാരങ്ങളും ഒക്കെയുള്ള വ്യത്യസ്ത സമൂഹങ്ങളായി മാറുകയുണ്ടായതാണ് എന്നത് ഖുർആൻ പലയിടങ്ങളിലായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഈ സമൂഹങ്ങളെ, വ്യത്യസ്ത സംസ്കാരങ്ങളും ഭാഷയും ഭക്ഷണ രീതികളും വേഷവിധാനങ്ങളും ഒക്കെയുള്ള ലോകത്തെ വ്യത്യസ്ത മനുഷ്യ സമൂഹങ്ങൾ, ഇവരെ എല്ലാവരെയും ഒരു ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ സമന്വയിപ്പിച്ചു കൊണ്ടുവരിക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൗത്യ നിർവഹണത്തിലൂടെ ചെയ്യുന്ന സുപ്രധാനമായ ഒരു കാര്യം. ഹജ്ജിന്റെ പ്രക്രിയയെ കുറിച്ച് പരാമർശിച്ച ഘട്ടത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഒരു ജീവിത ദൗത്യമായിട്ട് നമ്മൾ സമാനമായ ഒരു കാര്യം കാണുകയുണ്ടായി. ജനതതികൾക്കുള്ള നായകനായിട്ടും ജനങ്ങൾക്കുള്ള മാതൃകയും മുന്നേ നടക്കുന്നവനും ഇമാമും ഒക്കെ ആയിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അള്ളാഹു നിയോഗിച്ചതായിട്ട് ഖുർആൻ പറയുന്നത് നമ്മൾ കണ്ടതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദൗത്യവും മുഴുവൻ മനുഷ്യ സമൂഹത്തിലേക്കുമായിട്ടുള്ളതാണ്. മനുഷ്യ സമൂഹം വളരെ ചെറിയ ഒരു സമൂഹമായിരുന്ന കാലത്ത് ആദ്യത്തെ മനുഷ്യൻ ആദം അലൈഹിസ്സലാമും
വലിയൊരു സമൂഹമായി മാറിയ, എന്നാൽ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കുമായിട്ട് ചിതറിപ്പോകുന്നതിന് മുമ്പ് നൂഹ് അലൈഹിസ്സലാമും ഒക്കെ മുഴുവൻ മനുഷ്യ സമൂഹത്തിലേക്കുമായിട്ട് നിയോഗിക്കപ്പെട്ട പ്രവാചകനായിക്കൊണ്ടാണ് ദൗത്യം നിർവഹിക്കുകയുണ്ടായത്. മനുഷ്യര് പലയിടങ്ങളിലായിട്ട് വ്യത്യസ്ത സമൂഹങ്ങളായിട്ട് പലയിടങ്ങളിൽ വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കൊണ്ടിരുന്ന ഒരു ഘട്ടത്തിലാണ് ഓരോ വ്യത്യസ്ത സമൂഹങ്ങളിലേക്കും വ്യത്യസ്തരായ പ്രവാചകന്മാര് നിയോഗിക്കപ്പെടുകയുണ്ടായത്. സാങ്കേതിക വിദ്യയുടെ വളർച്ചയും യാത്രാ സൗകര്യങ്ങളും അതുപോലെ കമ്മ്യൂണിക്കേഷനുള്ള സംവിധാനങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിച്ചേരാനും ആശയങ്ങളെയും സന്ദേശങ്ങളെയും ഒക്കെ എത്തിക്കാനും ഒക്കെ പറ്റുന്ന ഒരു ഘട്ടത്തിലേക്ക് മനുഷ്യ നാഗരികത വളർച്ച പ്രാപിച്ച സന്ദർഭത്തിലാണ് മുഴു ലോകത്തേക്കുമായിട്ടുള്ള പ്രവാചകനായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിയോഗിച്ചയക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ കാലഘട്ടത്തിലുള്ള വിധത്തിലുള്ള യാത്രാ സൗകര്യങ്ങളോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനുള്ള സംവിധാനങ്ങളോ ആ ഘട്ടത്തിലായിട്ടുണ്ടാവില്ല. പക്ഷെ വൻകരകൾ താണ്ടി, സമുദ്രങ്ങൾ താണ്ടി വിദൂര വൻകരകളിലേക്ക് വരെ എത്താൻ കഴിയുന്ന വിധത്തിലുള്ള സാങ്കേതിക വളർച്ച കപ്പൽ നിർമ്മാണത്തിലൂടെയൊക്കെ മനുഷ്യകുലം അതിനകം ആർജിച്ചിട്ടുണ്ടായിരുന്നു. തൗഹീദിന്റെ സുപ്രധാനമായ ലക്ഷ്യങ്ങളിൽ ഒന്ന് തന്നെ തൗഹീദ് ഒരു ആദർശം എന്ന നിലക്ക് പഠിപ്പിക്കപ്പെടുന്നതിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് തന്നെ മനുഷ്യകുലം ഒരൊറ്റ സമുദായമാണ്, അവർക്ക് ഒരൊറ്റ നാഥനേ ഉള്ളൂ എന്ന കാര്യം ബോധ്യപ്പെടുത്തുക എന്നതാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിലേക്കോ മദീനയിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ പരിമിതമായ ഒരു ഭൂപ്രദേശത്തേക്കോ അല്ല നിയോഗിച്ചയച്ചിട്ടുള്ളത്. ലോകത്തെയും മുഴുവൻ മനുഷ്യ വിഭാഗങ്ങളിലേക്കുമുള്ള ദൂതനായിട്ടാണ് അയച്ചിട്ടുള്ളത്. മറിച്ച് ചെയ്യാൻ അള്ളാഹുവിന് യാതൊരു പ്രയാസവും ഉണ്ടാകുമായിരുന്നില്ല. ബലൗശിന നാം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ലബഅസ്ന ഫീ കുല്ലി ഖറിയത്തിൻ, ഓരോ ഖറിയയിലേക്കും നാം നിയോഗിച്ചയക്കുമായിരുന്നു നദീറ, ഒരു താക്കീതുകാരന്. അത് അള്ളാഹുവിന്റെ സാധ്യതകളിൽ പെട്ടതാണ്. പക്ഷെ ഇപ്പോ അള്ളാഹു ചെയ്തിരിക്കുന്നത് അതല്ല. അവന് ഇതും സാധിക്കും. നേരത്തെ സൂചിപ്പിക്കപ്പെട്ട വിധത്തിൽ വ്യത്യസ്ത സമൂഹങ്ങളിലേക്ക് വ്യത്യസ്ത താക്കീതുകാരെ അയക്കുക എന്നത് അള്ളാഹുവിന് സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഫലാ തുതിഇൽ കാഫിരീന, അതുകൊണ്ട് ഈ നിഷേധികൾക്ക് വഴങ്ങിക്കൊടുക്കരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു നിർദ്ദേശിക്കുന്നത്. ഇവരിതുപോലെയുള്ള ന്യായങ്ങളുമായിട്ട് തങ്ങൾ നേരിടാൻ വേണ്ടി രംഗത്ത് വരും. പക്ഷേ ഫലാ തുതിഇൽ കാഫിരീൻ, ഈ നിഷേധികൾക്ക് പ്രവാചകരെ തങ്ങൾ വഴങ്ങിക്കൊടുക്കരുത്, അവരെ തങ്ങൾ അനുസരിക്കരുത്. യാതൊരു വിധത്തിലും തങ്ങളുടെ ദൗത്യ നിർവഹണത്തിന് വിഘ്നം വരുന്ന വിധത്തിൽ ഈ നിഷേധികളുടെ വാദമുഖങ്ങളെ മുഖവിലക്കെടുത്തുകൊണ്ട് താങ്കൾ കീഴ്പ്പെട്ടവനായി മാറരുത്. ഫലാ തുതിഇൽ കാഫിരീൻ, മറിച്ച് വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, ഈ സംഗതി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് താങ്കൾ ഏറ്റവും ഗംഭീരമായ പോരാട്ടം തന്നെ നടത്തുക. വജാഹിദുഹും, അവരോട് താങ്കൾ സമരത്തിൽ ഏർപ്പെടുക, പോരാട്ടത്തിൽ ഏർപ്പെടുക. ജിഹാദൻ കബീറ, ഏറ്റവും വലിയ, ഏറ്റവും മഹത്തരമായ സമരം അല്ലെങ്കിൽ പോരാട്ടം. അപ്പോ ഈ ആളുകള് താങ്കളുടെ ആദർശത്തെയും താങ്കൾ മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനത്തെയും ഒക്കെ നിസ്സാരമാക്കുന്ന വിധത്തിലുള്ള പല സംസാരങ്ങളുമായിട്ട് വരും. അതിനൊന്നും ചെവിക്കൊടുക്കാൻ നിൽക്കണ്ട, അതിനൊന്നും വഴങ്ങിക്കൊടുക്കാൻ താങ്കൾ മുതിരേണ്ട. അതിന് പകരം നിഷേധികളുടെ
അത്തരം എതിർപ്പുകളോട് വളരെ ശക്തമായ, വളരെ ഗംഭീരമായ ഒരു സമരം തന്നെ താങ്കൾ നയിക്കുക എന്നാണ് അള്ളാഹുവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർദ്ദേശിക്കുന്നത്. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. വജാഹിദുഹും ബിഹി, ബിഹി എന്നത് വിശുദ്ധ ഖുർആനിലേക്കുള്ള സൂചനയായിട്ട് കാണാൻ കഴിയും. ഈ ഖുർആനെ മുൻനിർത്തിക്കൊണ്ട് താങ്കളെ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഈ ദൈവിക സന്ദേശത്തെ മുൻനിർത്തിക്കൊണ്ട് താങ്കൾ ജിഹാദ് ചെയ്യുക, സമരത്തിൽ ഏർപ്പെടുക, പോരാട്ടത്തിൽ ഏർപ്പെടുക. ജിഹാദൻ കബീറ, അതിമഹത്തരമായ, അതിഗംഭീരമായ പോരാട്ടം. അങ്ങനെ കുഫറിനെ ചെറുത്ത് തോൽപ്പിക്കണമെന്നാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇവിടെ നിർദ്ദേശിക്കുന്നത്. ആശയതലത്തിലോ ആദർശ കാര്യങ്ങളിലോ ഒന്നും തന്നെ ഇവരുടെ മറുന്യായങ്ങളെ മുഖവിലക്ക് എടുത്തുകൊണ്ട് താങ്കൾ അവർക്ക് കീഴ്പ്പെട്ടവനോ വിധേയപ്പെട്ടവനോ ആയിട്ട് നിലകൊള്ളുകയല്ല വേണ്ടത്. അവരുടെ ഈ അബദ്ധ ആദർശങ്ങളെയും ആശയങ്ങളെയും താങ്കൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഈ വേദഗ്രന്ഥത്തിന്റെ പിൻബലത്തിൽ അവയെ നേരിടുകയും അവയോട് പോരാടുകയും ചെയ്യുക എന്നാണ് അള്ളാഹു നിർദ്ദേശിക്കുന്നത്. ജിഹാദൻ കബീറ എന്നത് അതിന്റെ സർവ്വസാധ്യതകളും സൂചിപ്പിക്കുന്ന വിധത്തിലുള്ളതാണ്. ബൗദ്ധികമായിട്ടുള്ള പോരാട്ടം വേണ്ടതുണ്ട്, ആൾബലം കൊണ്ട് ഉള്ള പോരാട്ടം ആവശ്യമുണ്ട്, ധനം കൊണ്ടുള്ള പോരാട്ടം ആവശ്യമുണ്ട്. അതുപോലെ ദൈക്ഷണികമായ വിധത്തില് എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കുഫറിനെ നേരിടാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നിർദ്ദേശം നൽകുന്നത്. ഇത് മക്കയിൽ അവതരിച്ച സൂറത്തുൽ ഫുർഖാനിലെ ഒരായത്താണ്. സായുധ പോരാട്ടത്തിനുള്ള നിർദ്ദേശം വളരെ വ്യക്തതയോടുകൂടി നൽകപ്പെടുന്നത് പിന്നീടാണ്. മദീനയിൽ അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളിലാണ് അത്തരം നിർദ്ദേശങ്ങൾ വരുന്നത് എന്നത് നമുക്ക് കാണാൻ കഴിയും. മക്കയിലെ അത്യന്തം പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരുന്ന ആ ഘട്ടത്തിലുള്ള നിർദ്ദേശം എല്ലാവിധത്തിലുമുള്ള സമഗ്രമായ, മഹത്തരമായ, വളരെ ഗംഭീരമായ പോരാട്ടം നടത്തുക എന്ന് പറയുമ്പോൾ ജിഹാദിന്റെ എല്ലാ വശങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് കാണാൻ കഴിയും. നിഷേധികൾ മുന്നോട്ട് വെക്കുന്ന ആദർശപരമായ അല്ലെങ്കിൽ ആശയപരമായ വെല്ലുവിളികൾ, ആ വെല്ലുവിളികളെ നേരിടാനുള്ള മനസ്സിന്റെ നിശ്ചയദാർഢ്യവും അതുപോലെ തന്നെ മനക്കരുത്തും ഒക്കെ തന്നെ അത് പ്രകടിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ജിഹാദിന്റെ ഒരു തലമാണ്. അതിനെ തകർത്തു കളയുന്ന വിധത്തിലുള്ള അതിശക്തമായ ആശയങ്ങളെ കൊണ്ട് പ്രതിരോധിക്കുക എന്നത് അത് നാവുകൊണ്ടായാലും പേന കൊണ്ടായാലും അതുപോലെ തന്നെ നിലപാടുകളുടെ കാഠിന്യം കൊണ്ടായാലും ഒക്കെ അതിനെ ചെറുക്കുകയും പ്രതിരോധിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് അതിന്റെ വേറൊരു തലമാണ്. അനിവാര്യമായി വരുന്ന ഘട്ടങ്ങളിൽ ശാരീരികമായി തന്നെ നേരിടേണ്ടി വരുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. മദീനയില് അത്തരം സാഹചര്യങ്ങൾ വന്നപ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് തന്നെ അത്തരം നിർദ്ദേശങ്ങൾ നൽകപ്പെടുന്നത് നമ്മൾ നേരത്തെ വായിച്ച് പഠന വിധേയമാക്കിയിട്ടുള്ള ആയത്തുകളില്, സൂറത്തുകളില് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോ അള്ളാഹുവിടെ നൽകുന്ന നിർദ്ദേശം ഫലാ തുതിഉൽ കാഫിരീന വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. ഈ വിശുദ്ധ ഖുർആനെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിലൂടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ആദർശത്തെ മുൻനിർത്തിക്കൊണ്ട് താങ്കൾ അവരുമായി അത്യുഗ്രൻ പോരാട്ടത്തിൽ ഏർപ്പെടുക, സമരത്തിൽ ഏർപ്പെടുക. തോറ്റുകൊടുക്കുകയോ വിധേയപ്പെട്ടു കൊടുക്കുകയോ കീഴ്പ്പെട്ടു കൊടുക്കുകയോ അല്ല വേണ്ടത്. ഈ ആദർശം മുൻനിർത്തിക്കൊണ്ട് തല ഉയർത്തി നിൽക്കുകയും ശക്തമായ പ്രതിരോധം കാഴ്ചവെക്കുകയും ചെയ്യാനാണ് അള്ളാഹുവിടെ നൽകുന്ന നിർദ്ദേശം. ഇക്കാര്യം പറഞ്ഞതിന് ശേഷം അള്ളാഹു
വളരെ ആകർഷകമായ ഒരു വിഷയത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത്. ഈ ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ആശയവുമായിട്ട് അതിന് ബന്ധമുണ്ട് എന്ന് നമുക്ക് കാണാനും സാധിക്കും. വഹുവല്ലദീ മറജൽ ബഹ്റൈനി ഹാദാ അദ്ബുൻ ഫുറാത്തുൻ വഹാദാ മിൽഹുൻ ഉജാജുൻ വജഅല ബൈനഹുമാ ബർസഖൻ വഹിജ്റൻ മഹ്ജൂറ എന്നാണ് ഈ ആയത്ത്. അവനാണ് രണ്ട് സമുദ്രങ്ങളെ കൂട്ടിച്ചേർത്തത്. രണ്ട് സമുദ്രങ്ങളെ പരസ്പരം കൂടി ഒഴുകുന്ന വിധത്തില് കൂട്ടിച്ചേർത്തത്, മീറ്റ് ചെയ്യുന്ന വിധത്തില് സംവിധാനിച്ചിരിക്കുന്നത് അവനാണ്. വഹുവല്ലദീ മറജൽ ബഹ്റൈൻ. മറജ എന്ന് പറഞ്ഞാൽ തുറന്നു വിടുക, അല്ലെങ്കിൽ ഒരുമിപ്പിക്കാൻ അവസരം ഉണ്ടാക്കുക എന്നൊക്കെയാണ്. അപ്പൊ രണ്ട് സമുദ്രങ്ങളെ, ഏതൊക്കെയാണ് ഈ രണ്ട് സമുദ്രങ്ങൾ? ഹാദാ അദ്ബുൻ ഫുറാത്തുൻ. ഒന്നാമത്തത് നല്ല തെളിഞ്ഞ രുചികരമായ വെള്ളമുള്ള സമുദ്രം. ഹാദാ അദ്ബുൻ ഫുറാത്തുൻ. ദാഹജലമായിട്ട് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന തെളിഞ്ഞ രുചിയുള്ള നല്ല തെളിനീരായിട്ടുള്ള വെള്ളം ലഭ്യമായ സമുദ്രം. വഹാദ മിൽഹുൻ ഉജാജ്. രണ്ടാമത്തത് ഉപ്പ് രുചി, അതിന്റെ കയ്പുള്ള, ഉപ്പ് കഴിക്കുന്ന വിധത്തിലുള്ള വെള്ളം. മിൽഹുൻ ഉജാജുൻ. ഉജാജ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റേസ്റ്റ് ആണ്, ബാഡ് ടേസ്റ്റ് ആണ്, നമ്മൾ കുടിക്കാൻ ഇഷ്ടപ്പെടാത്ത രുചിയുള്ള. മിൽഹുൻ എന്ന് പറഞ്ഞാൽ ഉപ്പ് ആണ് സൂചിപ്പിക്കപ്പെടുന്നത്. അപ്പൊ ഉപ്പിന്റെ അപ്രിയകരമായ രുചിയുള്ള വെള്ളമാണ് രണ്ടാമത്തത്. ആദ്യത്തത് തെളിനീരിന്റെ എല്ലാവരും കുടിക്കാൻ ഇഷ്ടപ്പെടുന്ന രുചി, അങ്ങനെയുള്ള വെള്ളം. ഇങ്ങനെ രണ്ട് സമുദ്രങ്ങളെ ഒരുമിച്ച് കൂട്ടിയവൻ അവനാണ്, അള്ളാഹുവാണ്. വജഅല ബൈനഹുമ ബർസഖ. എന്നിട്ട് ഇവ രണ്ടിനും ഇടയിലായിട്ട് അവൻ ഒരു മറയിട്ടിരിക്കുകയാണ്, ഒരു മറ സ്ഥാപിച്ചിരിക്കുന്നു. നമുക്കറിയാം, രണ്ട് പാത്രങ്ങളിൽ വെള്ളമെടുത്ത് ഒന്നിൽ ഉപ്പിടുകയും മറ്റതിൽ ഉപ്പൊന്നും ഇടാത്ത ശുദ്ധജലം ആയിരിക്കുകയും ചെയ്യുക. എന്നിട്ട് നമ്മൾ അത് രണ്ടും ഒരു പാത്രത്തിലേക്ക് കലർത്തി കഴിഞ്ഞാൽ ഉപ്പുള്ള വെള്ളം ഉപ്പില്ലാത്ത വെള്ളമുള്ള പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കഴിഞ്ഞാൽ അത് രണ്ടും കൂടി കലർന്ന് എല്ലാം ഉപ്പുള്ളതായി, കുറച്ച് കടുപ്പം കുറഞ്ഞതായിട്ട് ആണെങ്കിൽ പോലും മുഴുവൻ വെള്ളവും ഉപ്പുള്ളതായിട്ടാണ് മാറുക. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. എന്നാൽ സമുദ്രത്തില് ശുദ്ധജലം വന്നുകൊണ്ടിരുന്ന സ്രോതസ്സും ഉപ്പുജലം അടങ്ങിയിട്ടുള്ള സ്രോതസ്സും ഒന്നായി എത്തിയിട്ട് രണ്ടും കൂടിച്ചേർന്നിട്ട്, രണ്ടും വന്നു ചേർന്നിട്ട് രണ്ടും കൂടി കലരാതെ ഒഴുകുന്ന ഒരു പ്രതിഭാസം. അതാണ് അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. സമുദ്രാന്തർഭാഗങ്ങളില് പലയിടത്തും ഇങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ട് എന്നത് വളരെ കാല ശേഷമായിരിക്കും ഒരു പക്ഷേ കണ്ടെത്തിയിട്ടുണ്ടാവുക. അരുവികള് ചെന്ന് സമുദ്രത്തില് ചേരുന്നിടങ്ങളില് ശുദ്ധജലം ഉപ്പ് കലർന്ന സമുദ്രജലത്തിലേക്ക് വന്ന് ചേരുന്നിടത്ത് ചിലയിടത്തൊക്കെ ഈ കലരാതെ നിൽക്കുന്ന ഒരു ക്വാളിറ്റി നിലനിൽക്കുന്നത് കാണാൻ കഴിയും. അപ്പോ അഴിമുഖങ്ങളിലേക്ക് ഇങ്ങനെ ഒഴുകിയെത്തുന്ന നദി സമുദ്രത്തിൽ വന്ന് ചേരുന്നിടത്ത് വർഷങ്ങളോ നൂറ്റാണ്ടുകളോ ഒക്കെ ആയിട്ട് സമുദ്രത്തിലേക്ക് അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ആ നദി. പക്ഷെ സമുദ്രത്തിലെ ഉപ്പ് ഇങ്ങനെ മേലോട്ട് കയറി പുഴയിലേക്ക് വരുന്നത് ഇല്ലാത്ത ധാരാളം ഇടങ്ങളുണ്ട്. അവിടെ വെള്ളം എത്രയോ കാലമായിട്ട് ഒരുമിച്ച് അതിന്റെ സാന്നിധ്യമുണ്ട്. പക്ഷെ അത് കൂടിക്കലർന്ന് പുഴയിലെ വെള്ളം ഉപ്പ് കലർന്നതായിട്ട് മാറാതിരിക്കുന്നുണ്ട്.
ഇതേപോലെ തന്നെ അല്ലെങ്കിൽ ഇതിനേക്കാൾ വിസ്മയകരമായ വിധത്തിൽ സമുദ്രാന്തർ ഭാഗങ്ങളിൽ ശുദ്ധജലത്തിന്റെ ഉറവകൾ ഉള്ളതായിട്ട് പിൽക്കാലത്ത് കണ്ടെത്തിയ പല സംഭവങ്ങളും ഉണ്ട്. പേർഷ്യൻ സമുദ്രത്തിന്റെ താഴെയായി അടിയിലായി അങ്ങനെ ശുദ്ധജല സ്രോതസ് ഉള്ളതായിട്ട് 16-ാം നൂറ്റാണ്ടിൽ തന്നെ കണ്ടെത്തിയതും അത് രേഖപ്പെടുത്തപ്പെട്ടതും ഒക്കെ ചരിത്ര സ്രോതസ്സുകളിൽ കാണാൻ കഴിയും. ബഹ്റൈൻ പ്രദേശത്തും ഇതുപോലെ ശുദ്ധജലം സമുദ്രജലത്തിൽ കൂടിക്കലരാതെ സ്വതന്ത്രമായി ഒഴുകുന്ന ശുദ്ധജലം വേറെ തന്നെ എടുക്കാൻ കഴിയുന്ന വിധത്തിൽ കൂടിക്കലരാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ ലോകത്ത് പലയിടങ്ങളിലും ഉണ്ടാകും സമുദ്രത്തിന് അടിയിലുള്ള ശുദ്ധജല സ്രോതസ്സുകൾ. സാധാരണഗതിയിൽ ഉപ്പുള്ള വെള്ളവും ഉപ്പില്ലാത്ത വെള്ളവും ഒരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചാൽ അത് കൂടിക്കലർന്ന ഒരൊറ്റ ക്വാളിറ്റിയുള്ള എല്ലാം ഉപ്പുള്ളതായി മാറുന്നത് നമുക്ക് പരിചയമുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ അള്ളാഹു ഒരു സംവിധാനം ഇത് കൂടിക്കലരാതിരിക്കാൻ വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. വഹുവല്ലദീ മറജൽ ബഹ്റൈനി ഹാദാ അദ്ബുൻ ഫുറാത്തുൻ വഹാദാ മിൽഹുൻ ഉജാജുൻ. രുചികരമായ ശുദ്ധജലമുള്ള സമുദ്രം, അതുപോലെ അരുചികരമായ അല്ലെങ്കിൽ അരോചകമായി തോന്നുന്ന ഉപ്പ് കലർന്ന വെള്ളം. ഇത് രണ്ടും ഒന്നിച്ചെത്തുന്ന വിധത്തില് അവയെ കൊണ്ടുവന്നത് അള്ളാഹുവാണ്, അവനാണ്. വജഅല ബൈനഹുമാ ബർസഖൻ. എന്നിട്ട് ഈ രണ്ട് ക്വാളിറ്റിയുള്ള ഈ നീരുറവകളെ അല്ലെങ്കിൽ ജലസ്രോതസ്സുകളെ പരസ്പരം കൂടിക്കലരാത്ത വിധത്തിൽ അവക്കിടയിൽ ഒരു തടസ്സം സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ് പടച്ചതമ്പുരാൻ. രണ്ടിനും ഇടയിലായിട്ട് ഒരു മറയിട്ടിരിക്കുകയാണ്. വഹിജ്റൻ മഹ്ജൂറ. അവ രണ്ടും കൂടിക്കലരുന്നത് വിലക്കുന്ന ഒരു പ്രതിഭാസം, ഒരു തടസ്സമായിട്ട്, ഒരു പാർട്ടീഷൻ ആയിട്ട് വെച്ചിരിക്കുക. ഹിജ്ർ എന്ന് പറഞ്ഞാൽ പാർട്ടീഷൻ, വേർതിരിക്കുന്ന ഒരു സംവിധാനം. മഹജൂർ എന്ന് പറഞ്ഞാൽ വേർതിരിക്കപ്പെടുന്നത്. അപ്പൊ ഒരു തടസ്സവും ഒരു തടസ്സപ്പെടുത്തലും അവിടെ അള്ളാഹു സംവിധാനിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോ അതിന്റെ ചില ശാസ്ത്രീയ തലങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് വായിച്ച് മനസ്സിലാക്കാനൊക്കെ സാധിക്കും. എന്തെങ്കിലുമൊക്കെ കെമിക്കലായിട്ടുള്ള സംവിധാനങ്ങളോ അല്ലെങ്കിൽ സമ്മർദ്ദമോ ഒക്കെ ആയിട്ട് ഈ രണ്ട് നീരുറവകളും കൂടി കലരാതിരിക്കുന്നതിനുള്ള ഒരു സംവിധാനം, അങ്ങനെ ഒരു സംവിധാനം ഒരുക്കി വെച്ചിരിക്കുന്നത് അള്ളാഹുവാണ് എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. എന്തായാലും അത് ശാസ്ത്രലോകം ചെയ്തൊരു കാര്യമല്ല, അവരെ കണ്ടെത്തിയിട്ടൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മളാരും ചെയ്തതുമല്ല, മനുഷ്യന്റെ പ്രവർത്തന ഫലമായിട്ട് അങ്ങനെ ഉണ്ടായതുമല്ല. അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് ഇത്. അള്ളാഹുവിന്റെ ഖുദ്റത്ത് വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എല്ലാ ഖറിയകളിലേക്കും ദൂതന്മാരെ അയക്കാൻ അവനുദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവന് സാധിക്കും എന്ന് അള്ളാഹുവിടെ സൂചിപ്പിച്ചുവല്ലോ. അതുപോലെ തന്നെ ഈ ഉപ്പുള്ളതും ഉപ്പില്ലാത്തതുമായ വെള്ളം വ്യത്യസ്ത സ്രോതസ്സുകളിൽ നിന്നായി ഒഴുകിയെത്തിയിട്ട് അവ പരസ്പരം കൂടിക്കലരാതെ പരസ്പരം ചേർന്ന് ഒരൊറ്റ രുചിയുള്ളതായി മാറാത്ത വിധത്തില് വ്യത്യസ്തമായി തന്നെ ഒഴുകുന്ന വിധത്തിൽ അതിനെ സംവിധാനിച്ചിട്ടുള്ളത് അള്ളാഹുവാണ് എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. നമ്മുടെ നടന്നു വരുന്ന ചർച്ചയുടെ ഭാഗമായിട്ട് അതിനെ ചേർത്ത് വെച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും മനുഷ്യ സമൂഹം അവരുടെ വിശ്വാസ അതുപോലെ സാംസ്കാരിക ധാർമ്മിക മണ്ഡലങ്ങളിൽ വളരെയേറെ ദൈവവിരുദ്ധമായ വിധത്തില് നീങ്ങുന്ന ഒരു കാഴ്ച, അതാണ് ഏറ്റവും കൂടുതൽ പ്രകടമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. കുഫറിന്റെയും അതുപോലെ നിഫാഖിന്റെയും ഒക്കെ
മാലിന്യങ്ങൾ കലർന്ന വിധത്തിൽ ജീവിക്കുന്നവരാണ് കൂടുതൽ പേരും. അതിരിക്കെ തന്നെ ഒരു തെളിനീരിന്റെ ഒരു ഒഴുക്കായിട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രീമായിട്ട് സത്യവിശ്വാസത്തിന്റെ പാതയിൽ നീങ്ങുന്ന അല്ലെങ്കിൽ നിലക്കൊള്ളുന്ന ആളുകളുടെ ഒരു സമൂഹത്തെയും ലോകത്ത് നമുക്ക് കാണാൻ കഴിയും. അതിശക്തമായ പ്രവാഹമായിട്ട് ഈ മാലിന്യം ഒഴുകുന്നുണ്ടെങ്കിൽ പോലും ഈ തെളിനീരിന്റെ ഒഴുക്ക് ആ ഒഴുക്കിനെ തെളിനീരിന്റെ ആ സ്ട്രീമിനെ അത് നശിപ്പിച്ച് കളയുന്നില്ല. അത് നശിപ്പിക്കപ്പെടാതെ സുരക്ഷിതമായിട്ട് ഒഴുകാൻ അതിന് സാധിക്കുന്നു. കുഫറിന്റെയും ശിർക്കിന്റെയും ഒക്കെ സ്വാധീനം ലോകത്ത് വളരെ വ്യാപിച്ചതായിട്ട് നിലനിൽക്കുമ്പോൾ പോലും അള്ളാഹുവിന്റെ ഏകത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സത്യമാർഗത്തിൽ നിലകൊള്ളുന്ന സംഘങ്ങളും സമൂഹങ്ങളും ഒക്കെ സാധ്യമാണ് എന്നത് നമുക്ക് അനുഭവങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു കാര്യം ഒരുപക്ഷെ ഈ രണ്ട് സമുദ്രങ്ങളെ പരാമർശിക്കുന്നതിലൂടെ സൂചിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തുടർന്ന് അള്ളാഹു പറയുകയാണ്, വഹുവല്ലദീ ഖലഖ മിനൽ മാഇ ബശറ, ജലത്തിൽ നിന്ന് മനുഷ്യരാശിയെ സൃഷ്ടിച്ചവനാണ് അവൻ. അള്ളാഹുവാണ് ജലത്തിൽ നിന്ന് മനുഷ്യരാശിയെ, ബശറിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ബശർ എന്നത് ആണും പെണ്ണും ഒക്കെ അടങ്ങിയിട്ടുള്ള മനുഷ്യകുലം, മനുഷ്യരാശി, അതാണ് ബശർ. അബുൽ ബശർ എന്ന് ആദം അലൈഹി ഇസ്ലാമിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുള്ള ഒരു പ്രയോഗമാണ്. ചർമ്മം എന്നൊരർത്ഥവും അതിന് വേറെയുണ്ട്. അപ്പൊ വഹുവല്ലദീ ഖലഖ മിനൽ മാഇ ബശറ, മനുഷ്യകുലത്തിനെ വെള്ളത്തിൽ നിന്ന്, ജലത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നത് അവനാണ്. എന്നിട്ട് ഫജഅലഹു നസബൻ വസിഹ്റ, രണ്ടു വിധത്തിലുള്ള ബന്ധങ്ങളെ അവൻ സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഒന്ന് നസബാണ്, മറ്റത് സിഹ്റാണ്. നസബ് എന്ന് പറഞ്ഞാൽ രക്തബന്ധമാണ്, സിഹർ എന്ന് പറഞ്ഞാൽ വിവാഹബന്ധമാണ്. ലോകത്ത് നിലനിൽക്കുന്ന മനുഷ്യർക്കിടയിലുള്ള വംശപരമായ കുടുംബപരമായ ബന്ധങ്ങളുടെ രണ്ട് സാധ്യതകളാണ് അല്ലാഹു ഇവിടെ എടുത്തു പറയുന്നത്. ഒറ്റ സ്രോതസ്സാണ്. എല്ലാവരും സൃഷ്ടിക്കപ്പെട്ടത്, ബശർ എന്ന വർഗം മുഴുവനായിട്ടും തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ജലത്തിൽ നിന്നാണ്. എന്നിട്ട് രണ്ട് കാറ്റഗറി ഓഫ് റിലേഷൻഷിപ്സ് ആണ് അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത്. ഒന്ന് പിതാവ് പുത്രൻ, അതുപോലെയുള്ള ആ ബന്ധങ്ങളിൽ, അങ്ങനെ രക്തബന്ധത്തിലൂടെയുള്ള ആ ഒരു ആ വിധത്തിലുള്ള ഒരു മാർഗം അല്ലെങ്കിൽ ഒരു സരണി മനുഷ്യ സമൂഹത്തിന്റെ വളർച്ചാ പരിണാമങ്ങളൊക്കെ അങ്ങനെ ഒരു സരണിയിലൂടെ നീങ്ങുന്ന കാണാൻ കഴിയും. ജനറ്റിക് ആയിട്ട് പല ക്വാളിറ്റീസും പകർന്ന് അനന്തരമായിട്ട് പലരിലേക്കും എത്തുന്ന വിധത്തിലാണ്. വാപ്പായുടെ പല ഗുണങ്ങളും മക്കള് ഇൻഹെറിറ്റ് ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. ജനറ്റിക് ആയിട്ട് തന്നെ ട്രാൻസ്ഫേർഡ് ആയിട്ട് വരാറുണ്ട്. അതൊരു റിലേഷൻഷിപ്പാണ്. കുടുംബത്തിലെ പെൺകുട്ടികൾ മറ്റു കുടുംബങ്ങളിൽ പിറന്നവരാണ് അവരെ കല്യാണം കഴിക്കുന്നത്. അങ്ങനെ വേറൊരു ബന്ധം സ്ഥാപിതമാവുക. അപ്പോ ഈ മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധം എന്ന നിലക്ക് രക്തബന്ധത്തിന്റെ ഒരു ശ്രേണി, അതാണ് നസബ് എന്ന അല്ലാഹു സൂചിപ്പിക്കുന്ന പദം. അതുപോലെ സിഹർ എന്ന വിവാഹ ബന്ധങ്ങളിലൂടെ ഉണ്ടാവുന്ന ഒരു ലൈൻ. ഇങ്ങനെ രണ്ട് സ്ട്രീംസ് ആക്കിയിട്ട് നാം അതിനെ സംവിധാനിച്ചിരിക്കുന്നു. വജ എന്നാണ് അള്ളാഹുടെ, അള്ളാഹു അതിനെ ആ വിധത്തിൽ സംവിധാനിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഫജഅലഹു നസബൻ വസിഹ്റ വകാന റബ്ബുക ഖദീറ, നിന്റെ റബ്ബ് തീർച്ചയായിട്ടും കഴിവുള്ളവൻ തന്നെയാണ്. വകാന റബ്ബുക ഖദീറ, എന്തിനു വേണ്ടിയാണ് അവൻ ഇങ്ങനെ സംവിധാനിച്ചിട്ടുള്ളത് എന്നതൊക്കെ മനുഷ്യന് ആലോചിക്കാവുന്നതാണ്. ഇവരുടെയൊക്കെ ഉത്ഭവം ജലത്തിൽ നിന്നാണ്. ജലത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരാശി, അവർക്കിടയില് രക്തബന്ധത്തിന്റെ
ഒരു ശ്രേണിയും അതുപോലെ വിവാഹബന്ധത്തിന്റെ മറ്റൊരു ശ്രേണിയുമായിട്ടാണ് അവരുടെ സാമൂഹ്യ ഘടന അവൻ സംവിധാനിച്ചിട്ടുള്ളത്. അതിനൊക്കെ പടച്ച തമ്പുരാന് സാധിക്കും എന്നാണ് ഇവിടെ അല്ലാഹു ചൂണ്ടിക്കാണിക്കുന്നത്. വളരെ വിചിത്രമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ വായിച്ചെടുക്കാനുണ്ട്. വെള്ളത്തിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞല്ലോ. വെള്ളത്തില് എങ്ങനെയാണ് വെള്ളത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഒരുപാട് സ്വഭാവപരമായ പ്രത്യേകതകൾ അടങ്ങിയ ജീനുകളുള്ള അതിവിസ്മയകരമായ ഒരു സൃഷ്ടിയായിട്ട് മാറുന്നത്? അതെങ്ങനെയാണ് ഒരു പിതാവിൽ നിന്ന് പുത്രനിലേക്കായിട്ട് അങ്ങനെ പേരമക്കളിലേക്കായിട്ടൊക്കെ അത് പകർന്നു നൽകപ്പെടുന്നത്? അത് എങ്ങനെയാണ്, എന്ത് സംവിധാനമാണ് ജലത്തില് അതിനുണ്ടായിരുന്നത്? വെള്ളത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച് ഒരു വംശം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവപരമായ ജീവശാസ്ത്രപരമായ പ്രത്യേകതകൾ ആർജിക്കാൻ എങ്ങനെയാണ് സാധിച്ചിട്ടുള്ളത്? എന്നിട്ട് അതിലൂടെ അവന്റെ വംശപരമ്പരയും നൈരന്തര്യവും ഒക്കെ നിലനിർത്തുന്നതിന് അള്ളാഹു വെച്ചിരിക്കുന്ന രണ്ട് സംവിധാനങ്ങൾ, ഒന്ന് കുടുംബ ബന്ധത്തിന്റെ രക്തബന്ധത്തിൻ്റെതാണ്, മറ്റത് വിവാഹബന്ധത്തിൻ്റെതാണ്. അതിലൂടെ അവന്റെ വംശവർദ്ധനവും അവന്റെ പ്രയാണവും ഒരു ജൈവവർഗം എന്നുള്ള നിലക്കുള്ള അവന്റെ പ്രയാണവും ഒക്കെ നടക്കുകയാണ്. വിചിത്രമായ ഒരുപാട് കാര്യങ്ങളാണ് ഇതിലടങ്ങിയിട്ടുള്ളത്. നമ്മൾ ഇതിന്റെ മൂലകാരണമായിട്ട് അതിന്റെ സ്രോതസ് തേടി വെള്ളത്തിലേക്ക് പോയാൽ വെള്ളത്തിന്റെ രാസഘടനയോ അതിന്റെ പ്രത്യേകതകളോ പ്രോപ്പർട്ടീസോ വിലയിരുത്തി മനസ്സിലാക്കി മനുഷ്യന്റെ ജനറ്റിക്കായ സാധ്യതകൾ എങ്ങനെ ഉണ്ടായി വന്നു എന്നതൊക്കെ പരിശോധിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാൽ അതൊരു അനന്തമായ അന്വേഷണമായിരിക്കും. നമ്മള് അങ്ങേയറ്റം വിസ്മയിച്ചു പോകുന്ന ഒരു അനുഭവമായിരിക്കും അത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ വിചിത്രമായ പല പ്രതിഭാസങ്ങളുമാണ് അതില് പ്രവർത്തനക്ഷമമായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഈ കാര്യങ്ങളൊക്കെ അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത് ഇത് ഒന്നും തന്നെ സാമൂഹ്യ പ്രതിഭാസങ്ങളായാലും മനുഷ്യന്റെ ജീവശാസ്ത്രപരമായ സാധ്യതകളായാലും അതുപോലെ പ്രാപഞ്ചിക മഴ പോലെയുള്ള അതുപോലെ സമുദ്രത്തിലെ ഈ നീരൊഴുക്ക് പോലെയുള്ള പ്രാപഞ്ചിക പ്രതിഭാസങ്ങളായാലും ഇതൊന്നും തന്നെ യാദൃച്ഛികമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്നത് ആരും ധരിക്കേണ്ടതില്ല എന്നാണ് ഇവിടെ അള്ളാഹു നമ്മെ ഉണർത്തുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ഫുർഖാനിലെ 51 മുതൽ 54 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.